Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Pioneer. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ലോകത്താകെ അശാന്തി പരത്തിക്കൊണ്ട് ജനതയെ ആകെ യുദ്ധമുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നാക്രമണങ്ങൾക്കെതിരെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്ന് കേരള എൻജിഒ യൂണിയൻ 63ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കേരള എൻജിഒ യൂണിയൻ 63ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ആഗോള വേദിയാണല്ലോ യുഎൻ. എനിക്ക് തോന്നുന്നു ഫിദൽ മരിക്കുന്നതിന് ഏതാണ്ട് 1.5 വർഷം മുമ്പ് മറ്റായിരിക്കും ഏറ്റവും ഒടുവിൽ അദ്ദേഹം യുഎൻ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്നത്. സ്വാഭാവികമായി ഫിദലിന്റെ പ്രായമെത്തുന്നു, വാക്കുകളൊക്കെ മുറിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ വാക്കുകളെ മുറിയുന്നു. മുറിഞ്ഞു പോയ വാക്കുകളിൽ മുറിഞ്ഞു പോകാത്ത രാഷ്ട്രീയ ബോധ്യത്തോടുകൂടെ ഫിദൽ സാമ്പത്തിക ഉപരോധത്തെ സംബന്ധിച്ചുള്ള അവരുടെ പ്രതികരണം പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ക്യൂബയുടെ പ്രധാന വരുമാന മാർഗം കരിമ്പാണ്, അല്ലെങ്കിൽ കരിമ്പ് ഉൽപ്പന്നങ്ങളാണ്. പക്ഷെ സാമ്പത്തിക ഉപരോധം എന്താണ്? ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പോലെയാണ്. ഇപ്പൊ നമുക്കൊരു ദയാവായ്പിന്റെ ഒരു ഉത്തരവ് നൽകി. എന്താണ്? യുഎസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി സ്കോട്ട് എക്സിൽ ഒരു 4 ദിവസം മുമ്പ് പ്രതികരണം നടത്തി. ഞങ്ങൾ ഒരു 30 ദിവസം അനുവദിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് 30 ദിവസം അനുവദിച്ചത്? യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായ കെ വിനോദൻ രക്തസാക്ഷി പ്രമേയവും ടി പ്രജീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. FSCTO ജില്ലാ പ്രസിഡന്റ് KC സുനിൽ, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗം KK സന്ദീപ്, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി VP കിരൺ, യൂണിയൻ ജില്ലാ സെക്രട്ടറി K രഞ്ജിത്ത്, ജോയിന്റ് സെക്രട്ടറി KP വിനോദൻ എന്നിവർ സംസാരിച്ചു. പി സന്തോഷ് കുമാർ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. ജില്ലാ കൌൺസിൽ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി K രഞ്ജിത്ത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ K ഷീബ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം TK അബ്ദുൽ ഗഫൂർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2026 ജില്ലാ കൌൺസിൽ യോഗം പുതിയ ഭാരവാഹികളായി ജില്ലാ പ്രസിഡന്റായി പി സന്തോഷ് കുമാറിനെയും വൈസ് പ്രസിഡന്റുമാരായി പി അജിത് കുമാർ, M മനീഷ് കുമാർ എന്നിവരെയും, ജില്ലാ സെക്രട്ടറിയായി K രഞ്ജിത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായി ടി പ്രജീഷ്, KP വിനോദൻ എന്നിവരെയും ട്രഷററായി K ഷീബയെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പറവൂർ മിനി സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി VA അബ്ദുറഹ്മാൻ ഓൺലൈൻ മുഖേന നിർവഹിച്ചു. M വിജിൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പറവൂർ മിനി സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി VA അബ്ദുറഹ്മാൻ ഓൺലൈൻ മുഖേന നിർവഹിച്ചു. M വിജിൻ MLA അധ്യക്ഷനായി ശിലാസ്ഥാപനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി G കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P നാരായണൻ, കടന്നപ്പള്ളി പാണപ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മനാഭൻ, മുൻ പഞ്ചായത്ത് അംഗം TV ചന്ദൻകുട്ടി, മുൻ പഞ്ചായത്ത് അംഗം N കാർത്തിയായനി, K ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. C ഷിബു നന്ദി പറഞ്ഞു. സംസ്ഥാന സർക്കാർ 1 കോടി രൂപയാണ് പറവൂർ മിനി സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തിക്കായി അനുവദിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കല്യാശ്ശേരി മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയും താവം മേൽപ്പാലത്തിന്റെ അറ്റകുറ്റപ്രവൃത്തിയിലെ അനാസ്ഥയ്ക്കെതിരെയും എന്ന മുദ്രാവാക്യവുമായി MLA ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയും താവം മേൽപ്പാലത്തിന്റെ അറ്റകുറ്റപ്രവൃത്തിയിലുള്ള അനാസ്ഥയ്ക്കെതിരെയും എന്ന മുദ്രാവാക്യവുമായി MLA ഓഫീസിലേക്ക് BJP മാർച്ച് സംഘടിപ്പിച്ചു.
BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ റോഡ് വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ എത്ര കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എന്ന് MLAക്ക് ആണത്തത്തോട് പറയാൻ പറ്റുമോ? ആധികാരികമായി പറയാൻ പറ്റുമോ? കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടുന്നത് കൊണ്ട് ഗ്രാമസഡക്ക് യോജന വഴിയും മറ്റു റോഡ് വികസനങ്ങളുടെയും സ്റ്റേറ്റ് ഹൈവേയുടെയും ഒക്കെ പല ഫണ്ടുകളും നമുക്ക് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ, റോഡിന്റെ അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിൽ വലിയ മുന്നോക്കം നിൽക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ നിയോജക മണ്ഡലത്തിൽ 2 കോളേജുകളുണ്ട്. ഒന്ന് രണ്ടും സ്വകാര്യ മേഖലയിലാണ്. പയ്യന്നൂർ കോളേജ് കല്യാശ്ശേരി മണ്ഡലത്തിലാണ്, മാടായി കോളേജ് കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും വികസനം തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുകയാണെന്നും താവം മേൽപ്പാലം അശാസ്ത്രീയതയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണെന്നും KK വിനോദ് കുമാർ പറഞ്ഞു. സജിത് വടക്കൻ, M പ്രകാശൻ, AV സനിൽ, TC മനോജ്, UT ജയാനന്ദൻ, C നാരായണൻ, KT മുരളി, അഭിഷേക് വെങ്ങര, ജിജേഷ് അണ്ണമല, K വിജു, ജഗദീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവും കമ്മ്യൂണിസ്റ്റ് നേതാവായ E ബാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി E ബാലകൃഷ്ണൻ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ ട്രേഡ് യൂണിയൻ പുരസ്കാരം KP സഹദേവന് സമ്മാനിച്ചു. കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ പുരസ്കാരം സമ്മാനിച്ചു. പയ്യന്നൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ E ബാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി E ബാലകൃഷ്ണൻ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ ട്രേഡ് യൂണിയൻ പുരസ്കാരം KP സഹദേവന് സമ്മാനിച്ചു. ₹10,000 പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ E ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം കേരള ഖാദി ബോർഡ് വൈസ് ചെയർപേഴ്സൺ P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ കള്ളക്കേസിൽ കൊടുക്കാനാണ് RSS തയ്യാറായത്. ആ നാളുകളിൽ തൊഴിലാളികളെ ദണ്ഡ കൊണ്ട് RSSകാർ തല്ലിച്ചതച്ച നിരവധി സംഭവങ്ങളുണ്ടായി. വീട് തൊഴിലാളികൾക്ക് വേണ്ടി ടുബാക്കോ ട്രേഡ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് PV കുഞ്ഞപ്പൻ അധ്യക്ഷനായി. പുരസ്കാര വിതരണവും അഭിഭാഷക ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ K വിജയകുമാറിനെ ആദരിക്കലും P ജയരാജൻ നിർവഹിച്ചു. BP ശശീന്ദ്രൻ ആദരഭാഷണം നടത്തി. TI മധുസൂദനൻ MLA, C കൃഷ്ണൻ, IV ശിവരാമൻ, KP ബാലകൃഷ്ണ പൊതുവാൾ, V നാരായണൻ, V ബാലൻ, V രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുളപ്പുറം സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പാചകവാതക വിലവർദ്ധനവിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മെമ്പർ MV ശകുന്തള ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുളപ്പുറം സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പാചകവാതക വർധനവിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മെമ്പർ MV ശകുന്തള ഉദ്ഘാടനം ചെയ്തു. ബിന്ദു മനോജ് അധ്യക്ഷത വഹിച്ചു. MV പ്രീതി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുണിയനിലെ കപ്പണക്കാൻ ഭാസ്കരന് കൃഷി ജീവനും ജീവിതവുമാണ്. ചുമട്ടുതൊഴിലിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് ഭാസ്കരൻ കൃഷിയിൽ സജീവമായത്. കുണിയനിലെ കപ്പണക്കാൻ ഭാസ്കരന് കൃഷി ജീവനും ജീവിതവുമാണ്. നെൽകൃഷിയാണ് പ്രധാനം. കടുത്ത വേനലിൽ വെള്ളം കിട്ടാക്കനിയായപ്പോൾ ദൂരെ നിന്നും വെള്ളം പമ്പു ചെയ്തെത്തിച്ച് കൃഷിയിടം നനച്ച് നെൽവിത്തുകൾക്ക് ജീവനേകിയ ചരിത്രവും ഭാസ്കരന് പറയുവാനുണ്ട്. ചുമട്ടുതൊഴിലിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് ഭാസ്കരൻ കൃഷിയിൽ സജീവമായത്. ഇപ്പോൾ സ്വന്തമായും പാട്ടത്തിനെടുത്തുമാണ് കൃഷി. കുട്ടൻവഴി പാടശേഖരത്തിന്റെ സെക്രട്ടറിയാണ് ഇദ്ദേഹം. ഇപ്രാവശ്യം നല്ല വിളവ് ലഭിക്കുന്നുണ്ടെന്ന് ഭാസ്കരൻ പറയുന്നു. കൃഷിയെക്കുറിച്ച് പൊതുവെ ഇപ്പം നല്ല അഭിപ്രായമാണ്. ഗവൺമെൻറ്റിൻ്റെ സഹായമൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി ഇത്തവണ വളരെ നല്ലതായിട്ട് കുട്ടൻവഴി പാടശേഖരത്തിൽ ഏറ്റവും മികച്ച നിലയിലുള്ള ഒരു കൃഷിയാണ് ഇപ്രാവശ്യം എല്ലാവർക്കും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയമാണ്. പൊതുവിൽ ഇപ്പോൾ ഒരു 10-70 ഏക്കർ സ്ഥലം കുട്ടൻവഴി പാടശേഖരത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ വിത്തിന് വേണ്ടിയിട്ടാണ് കൃഷിഭവൻ്റെ വിത്ത് സംഭരണവുമായി ബന്ധപ്പെട്ടാണ് തവണ കൃഷി ചെയ്തിട്ടുള്ളത്. കരിവെള്ളൂർ പെരടം പഞ്ചായത്തിലെ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇദ്ദേഹം. കൂടാതെ പശുക്കളെയും ഭാസ്കരൻ വളർത്തുന്നുണ്ട്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും കൃഷി ചെയ്തു വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീ പദവി പഠനം തുടർ പ്രവർത്തനം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീ പദവി പഠനം തുടർ പ്രവർത്തനം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്രപരമായും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് ഏറെ പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പഞ്ചായത്തിന് അത് പറയുന്നത് നമുക്കറിയാം. ജന്മിത്ത നാടുവാഴിത്തത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും തീർത്തിട്ടുള്ള ഒരു പ്രദേശമാണ്, മണ്ണാണ്. സാമൂഹിക മുന്നേറ്റത്തിലടക്കം വലിയ രീതിയിൽ സ്ത്രീ പങ്കാളിത്തമടക്കം ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. നമ്മുടെ ജനസംഖ്യാനുപാതത്തിൽ 51% സ്ത്രീകളാണ്. ആ നിലയിൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക സൂചികകളിലെല്ലാം സ്ത്രീ മുന്നേറ്റം ചെറുതല്ല, നമുക്ക് വിലയിരുത്തപ്പെടുന്നു. വൈസ് പ്രസിഡന്റ് സി രത്നവല്ലി അധ്യക്ഷത വഹിച്ചു. കെ.വി. ലക്ഷ്മണൻ, എം ഗോവിന്ദൻ, സൂരജ്, ICDS സൂപ്പർവൈസർ UK ഫാത്തിമത്ത് സുഹറ, NV അനുഷ എന്നിവർ സംസാരിച്ചു. സതീഷ് കുമാർ കോളിക്കര, അഡ്വക്കേറ്റ് അഞ്ജു നവനീത, VV അപർണ എന്നിവർ ക്ലാസ് നയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കുന്ന സഹപ്രവർത്തകരുടെയും ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെയും സഹനവും ഭക്ഷണ നിയന്ത്രണവും തിരിച്ചറിയാനും അനുഭാവം പ്രകടിപ്പിച്ചും ഉപവാസമനുഷ്ഠിച്ച തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർ. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ഒരു പകൽ ഉപവാസമനുഷ്ഠിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തുന്നതിന് തീരുമാനിച്ചത് അറിഞ്ഞ ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിലെ 15 പേർ ചേർന്ന് അനുഭാവം പ്രകടിപ്പിച്ച ഉപവാസം അനുഷ്ഠിച്ചത്. റമളാനിൽ നോമ്പ് നോക്കുന്ന സഹപ്രവർത്തകർക്കൊപ്പം പഞ്ചായത്ത് സെക്രട്ടറി പ്രമീള ബോബി ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാരും ഉപവാസത്തിൽ പങ്കുചേർന്നു. CH മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലുള്ളവരും സബ് രജിസ്ട്രാർ ഓഫീസിലെയും പഞ്ചായത്തിലെയും മുഴുവൻ ജീവനക്കാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറെ സന്തോഷം തോന്നുകയും നമ്മുടെ പഞ്ചായത്തിലുള്ള 15ഓളം ജീവനക്കാരിന്ന് നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. കാര്യത്തിൽ നമുക്കറിയാം വിശപ്പിൻ്റെ കാഠിന്യം അത് മറ്റൊരാളിലും കൂടെ നോമ്പെടുക്കുമ്പോഴേ നമുക്ക് ആ വിശപ്പിന് എത്ര കാഠിന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TS നജീബ്, ഫാത്തിമത്ത് അഷ്റിഫ, MK പ്രസന്ന, പഞ്ചായത്ത് അംഗം ഫായിസ് ബേരിച്ചേരി, സെക്രട്ടറി പ്രമീള ബോബി, തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ K സജിത്ത്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി C ബിനു, അസിസ്റ്റന്റ് എഞ്ചിനീയർ M അനസൂര്യ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ VPP മുസ്തഫ, N സുകുമാരൻ, MB ബിജീഷ്, T കുഞ്ഞിരാമൻ, E ബാലകൃഷ്ണൻ, AG ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂരിൽ കാണാതായ സുരക്ഷാ ജീവനക്കാരനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പയ്യന്നൂർ അന്നൂർ കിസാൻ ഗ്രൗണ്ട് റോഡിന് സമീപത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ മോഹൻദാസ് പാലോട്ടാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കാണാതായ മധ്യവയസ്കനെ പയ്യന്നൂർ അന്നൂർ കിസാൻ ഗ്രൗണ്ട് റോഡിന് സമീപത്തെ പറമ്പിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അടുത്ത വീട്ടിൽ താമസിക്കുന്ന മോഹൻദാസ് പാലോട്ടാണ് മരിച്ചത്. സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. അന്നൂർ കിസാൻ ഗ്രൗണ്ട് റോഡിലെ പവിത്രൻ കാനായിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ ആൾമറിയില്ലാത്ത കിണറിലാണ് വെള്ളിയാഴ്ച മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച മുതൽ മോഹൻദാസിനെ കാണാനില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വിവരമറിഞ്ഞ് പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് സംഘം മൃതദേഹം പുറത്തെടുത്ത് പോലീസിന് കൈമാറി. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാചകവാതക പ്രതിസന്ധി അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF പ്രവർത്തകർ ചന്തപുരയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പാചകവാതക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF പ്രവർത്തകർ ചന്തപുരയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയല്ല അമേരിക്കയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ഇന്ധന ശേഖരം തങ്ങളുടെ കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്ക കാണുന്നത്. അതിനാണ് ഇസ്രയേലിന് എല്ലാവിധ സഹായങ്ങളും യുദ്ധ സന്നാഹങ്ങളും നൽകി വിവിധ മേഖലകളിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ടി വി ചന്ദ്രൻ, വി പി സുഭാഷ്, ടി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഉയരുന്ന ഭാരതം എന്ന ദർശനവുമായി 10 ലക്ഷം യുവതീ യുവാക്കളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചിന്മയ മിഷന്റെ യുവജന വിഭാഗമായ ചിന്മയ യുവകേന്ദ്ര ഭാരതത്തിൽ ഉടനീളം 35,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര നടത്തുന്നതിന്റെ ഭാഗമായി ചിന്മയ അമൃതയാത്ര പയ്യന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നു. യാത്രയ്ക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണം നൽകി. ഉയരുന്ന ഭാരതം എന്ന ദർശനവുമായി 10 ലക്ഷം യുവതീ യുവാക്കളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചിന്മയ മിഷന്റെ യുവജന വിഭാഗമായ ചിന്മയ യുവകേന്ദ്ര ഭാരതത്തിലുടനീളം 35,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള അമൃത് യാത്ര എന്ന പേരിൽ പൂനെയിൽ നിന്നും ആരംഭിച്ചു. യാത്ര വെള്ളിയാഴ്ച രാവിലെ പയ്യന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നു. യാത്രയ്ക്ക് സ്കൂളിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണം നൽകി. യാത്രയ്ക്ക് മുന്നോടിയായി ബ്രഹ്മചാരി സുധീർ ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ സാമൂഹിക ഹനുമാൻ ചാലീസ ഹവനം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വേനൽ കടുത്തതോടെ കാർഷിക വിളകൾ കരിഞ്ഞു തുടങ്ങി. പച്ചക്കറികളും കമുകുമെല്ലാം ഉണങ്ങാൻ തുടങ്ങിയത് കർഷകരെ തെല്ലൊന്നുമല്ല ആശങ്കയിലാഴ്ത്തുന്നത്. വേനൽ കടുത്തതോടെ കാർഷിക വിളകൾ കരിഞ്ഞു തുടങ്ങി. ഏതാനും ആഴ്ചകളായി കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ആകാശം മൂടി നിൽക്കുന്നുണ്ടെങ്കിലും മഴ ലഭിക്കുന്നില്ല. ഇതുമൂലം ചൂട് വർദ്ധിക്കുകയാണ്. പച്ചക്കറികളും കവുങ്ങുകളുമെല്ലാം ഉണങ്ങാൻ തുടങ്ങിയത് കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ജലസ്രോതസ്സുകളും വറ്റി തുടങ്ങി. ചെറിയ തോടുകളും വറ്റിക്കഴിഞ്ഞു. ജലം ലഭിക്കാതെ വന്നതോടെ കൃഷിയിടം നനയ്ക്കുന്നതും നിന്നു. ഏറെ ബുദ്ധിമുട്ടി വളർത്തിയെടുത്ത കവുങ്ങുകൾ ഉണങ്ങിയത് കർഷകരെ കടുത്ത നിരാശയിലാക്കിയിരിക്കുകയാണ്. പാടത്തും മറ്റും നട്ട പച്ചക്കറികൾ ഉണങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ BMLP സ്കൂൾ കളിക്കൂട്ടം ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ദിനൂപ് PK ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. BMLP സ്കൂൾ പയ്യന്നൂർ കളിക്കൂട്ടം ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ദിനൂപ് PK ഉദ്ഘാടനം നിർവഹിച്ചു. രഘു KV അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പ്രകാശൻ മാസ്റ്റർ പിലിക്കോട് നയിച്ച മധുവൊഴുകും മലയാളം ക്ലാസും നടന്നു. തുടർന്ന് വസന്തകുമാരി P നയിച്ച കരവിരുത്, അനിൽകുമാർ A നയിച്ച വരയും വർണ്ണവും, K ഭാസ്കരൻ മാസ്റ്റർ നയിച്ച ശാസ്ത്ര വഴികളിലൂടെ ക്ലാസുകളും നടന്നു. തുടർന്ന് സുഭാഷ് അറുകരയുടെ നാടൻ പാട്ടും അരങ്ങേറി. ചടങ്ങിൽ മേഴ്സി VK സ്വാഗതവും സനില ടീച്ചർ ആശംസയും ജിനിമോൾ നന്ദിയും രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗം, മൊബൈൽ അഡിക്ഷൻ, മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെ നേരിടുന്നതിനും അവയ്ക്കുള്ള പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നതിനുമായി റിട്ടേൺ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പിലാത്രയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. M. വിജിൻ MLA മാർച്ച് 14 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗം, മൊബൈൽ അഡിക്ഷൻ, മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെ നേരിടുന്നതിനും അവയ്ക്കുള്ള പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നതിനുമായി റിട്ടേൺ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പിലാത്രയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. മാർച്ച് 14 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡ്രഗ് അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ എന്നിവയ്ക്കെതിരായ കൗൺസിലിംഗ് സേവനങ്ങളും ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തനങ്ങളും ആരംഭിക്കും. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായുള്ള കൗൺസിലിംഗ് സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമായിരിക്കും. ബിജു C, ദിനേശ് ബാബു, ഗീത പീറ്റർ, ടിൻകു ജോൺസൺ, ജോൺസൺ മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ മണ്ഡലം 6ാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കൂക്കാനം നഗറിൽ നടന്ന സംഗമം KSKTU ജില്ലാ സെക്രട്ടറി M. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം 6ാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കൂക്കാനം നഗർ സാംസ്കാരിക നിലയത്തിൽ നടന്ന സംഗമം KSKTU ജില്ലാ സെക്രട്ടറി M. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ K. സുനിൽ അധ്യക്ഷനായി. TV രാജൻ, KP പ്രശോഭ്, K. സതീശൻ, P. ശ്യാമള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.
തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ പയ്യന്നൂരിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കണ്ണൂർ റൂറൽ ഡിവൈഎസ്പി പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 30 വർഷക്കാലമായി കമ്പ്യൂട്ടർ പരിശീലനത്തിന്റെ വിവിധ മേഖലയിൽ നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ പയ്യന്നൂരിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പെരുമ്പാ പാലത്തിന് സമീപത്തെ കരാമ സ്ട്രീറ്റിൽ നടന്ന പരിപാടി കണ്ണൂർ റൂറൽ ഡിവൈഎസ്പി പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഡയറക്ടർ ഷിജോയ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭ വാർഡ് കൗൺസിലർ VKP ഇസ്മായിൽ, ശോഭ ബാലൻ, സുനിൽ കുമാർ, AV രവീന്ദ്രൻ, ജിതേഷ് മാതമംഗലം, പ്രജീഷ് CP തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ ഡിവൈഎസ്പി പ്രേമചന്ദ്രനെയും വേദിയിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ കേരളത്തിലെ വിവിധ സെന്ററുകളിൽ നടത്തിയ സെവൻസ് ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വേദിയിൽ വെച്ച് വിതരണം ചെയ്തു. SAP ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഇർഷാദ് സ്വാഗതം പറഞ്ഞു. അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് രമ്യ നന്ദിയും രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ BMLP സ്കൂളിൽ ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഉപജില്ലാ AEO സുചിത്ര TV ഉദ്ഘാടനം നിർവഹിച്ചു. BMLP സ്കൂൾ പയ്യന്നൂർ ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഉപജില്ലാ AEO സുചിത്ര TV ഉദ്ഘാടനം നിർവഹിച്ചു. ജനാബ് മുഹമ്മദ് റഫീഖ് മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് രഘു KV അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മേഴ്സി VK, ദിനു PK, റഷിൻ റെനോൾ, TK നാരായണൻ മാസ്റ്റർ, ജാക്കുലിൻ ബിന സ്റ്റാൻലി, മുഹമ്മദ് ഫാറൂഖ്, സുശീല TP, ശിൽപ K, U രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സംഗമവേദിയായി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന്. MLA M വിജിൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചന്തപ്പുരയിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് കല്യാശ്ശേരി MLA M വിജിൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മാനവികതയുടെയും ശക്തമായ സന്ദേശങ്ങളാണ് ഈ പുണ്യ റമദാൻ മാസത്തിൽ അതിൻ്റെ സന്ദേശമായി നമ്മോട് പങ്കുവെക്കുന്നു. സ്നേഹവും കാരുണ്യവും മാനവികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തെ ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം സ്നേഹ സംഗമങ്ങൾ, ഇഫ്താർ സംഗമങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാം. ഇത്തരം ഒത്തുചേരലുകളെ നമുക്ക് സജീവപ്പെടുത്താം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VA കോമളവല്ലി, ഏരിയം കണ്ണങ്കൈ ജമാഅത്ത് പ്രതിനിധി ഹനീഫ യമാനി, കാരക്കുണ്ട് ഇടവക വികാരി ഫാദർ റോണി പീറ്റർ, വിവിധ ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MP മധു, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ K പത്മനാഭൻ, PP ദാമോദരൻ, T സുലജ, ആയുർവേദ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ബാലകൃഷ്ണൻ BKV, VP സുഭാഷ് ബാബു, MB ഉണ്ണികൃഷ്ണൻ, T രാജൻ, മുസ്തഫ കടന്നപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുണിയൻ സുപ്രിയ ക്ലബ്ബ് ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. കുണിയൻ സുപ്രിയ ക്ലബ്ബ് ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും DYFI ഓണക്കുന്ന് പടിഞ്ഞാറ് യൂണിറ്റിന്റെയും ചിന്ത സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. ക്ലബ്ബ് പരിസരത്താണ് നോമ്പുതുറ നടന്നത്. ഹാഫിൾ ഹസനുൽ അൻവർ അമാമി, K അബ്ദുൾ റഹ്മാൻ, AK ഗിരീഷ് കുമാർ, MV ജിതിൻ, K ബിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ നോമ്പുതുറയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.